السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ മാസം എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ വാരിയെടുക്കുക എന്നതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങി അതിനെ കഴുകിക്കളയാനുള്ള മാസം കൂടിയാണ്. നോക്കൂ, റമളാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠതകൾ പറയുന്നിടത്തെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പകലിലുള്ള റമളാനിലെ നോമ്പാകട്ടെ, രാത്രിയിൽ സുന്നത്തായി നിശ്ചയിച്ചിട്ടുള്ള ഖിയാമുൽ ലൈലുകളാകട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാം പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പൊറുത്തു നൽകുമെന്നാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ഥിരമായി പാപങ്ങൾ സംഭവിക്കുന്നവനാണ്. പാപങ്ങൾ സംഭവിക്കാത്തവരായി ആദം സന്തതികളിൽ ആരും തന്നെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കുല്ലു ബനി ആദം ഖത്താ, മുഴുവൻ മനുഷ്യരും ധാരാളക്കണക്കിന് തന്നെ തിന്മകൾ ചെയ്യുന്നവരാണ്. എന്നാൽ വഖൈറുൽ ഖത്താഈന തവാബൂൻ, ആ പാപങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവരല്ല, അതിലുറച്ചു നിൽക്കാതെ അതിന് ന്യായം പറയാതെ തെറ്റിപ്പോയ അബദ്ധം സംഭവിച്ചു പോയ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് മടങ്ങുന്നവരാണ് അതിൽ ഖൈറുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് എത്തി. നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെയാണ് ഈ മാസത്തിൽ നിന്നും നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് എന്ത് തിന്മകളാകട്ടെ, എത്ര വലിയ തിന്മകളാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നീ ആത്മാർത്ഥമായി ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്തതായ ഒരു തിന്മയുമില്ല. ഈ തിരിച്ചറിവുണ്ടാവുകയും ഈ മാസത്തിലേക്ക് ഇതിൽ നിന്നും ഞാൻ പിരിഞ്ഞു പോകുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുഴുവൻ പാപങ്ങളും പൊറുത്തു തരുന്ന രീതിയിൽ ആത്മാർത്ഥമായ തൗബ നിന്നിൽ ഉണ്ടാവുകയും ചെയ്യണം. പാപങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നീ വിട്ടു നിൽക്കുകയും വേണം. മുൻഗാമികളിൽ ചിലർ ചോദിച്ചതുപോലെ ഒരുവന് റമളാനായിട്ട് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവനതിന് സാധിക്കുക? കാരണം അല്ലാഹു തആല അതിൻ്റെ അന്തരീക്ഷം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനും പാപങ്ങളെ ഓർത്ത് കരയാനുമുള്ള മുഴുവൻ സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, പകൽ നോമ്പെടുക്കുന്നതിലൂടെ, ദീർഘമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുപ്പമുണ്ടാകുകയാണ്. അവന്റെ പാപങ്ങളെ ഓർത്ത് അവൻ വിലപിക്കുന്നത് ഈ മാസങ്ങളിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ പാപങ്ങളിൽ നിന്ന് വിട്ടുന്നതും നല്ല മനുഷ്യരായി തീർന്നതും പലപ്പോഴും റമളാൻ മാസത്തിലാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എന്തു തിന്മകളാണെങ്കിലും ശരി, പരീക്ഷിക്കപ്പെടുന്ന എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതായ ഒരു മാസം കൂടിയാണ് റമളാൻ മാസം എന്നാണ്. പലപ്പോഴും യുവാക്കളായ ആളുകൾ അവരിൽ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഈ പറയുന്ന തിന്മകളിൽ നിന്നും എനിക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുക? ഞാൻ ആ തിന്മ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, എനിക്കതിൽ നിന്നും എത്ര തന്നെ മാറി ചിന്തിച്ചിട്ടും മാറാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ
എങ്ങനെയാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിനെ കുറിച്ച് അവർ ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ഏതാനും ചില ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ ഈ ഖുതുബയിലൂടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടക്കാൻ ഒരു വേള നമുക്ക് സഹായകമാകുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഒന്നാമതായിട്ടുള്ള കാര്യം, തിന്മകളിൽ നിന്ന് നിന്നെ വിട്ടുനിൽക്കാൻ നീ ഏറ്റവും കൂടുതൽ നിന്നെ സഹായിക്കുന്ന കാര്യം, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ അളമത്തിനെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജലാലത്തിനെ കുറിച്ച് അവനെ നീ കൃത്യമായി അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുക എന്നുള്ളതാണ്. നീ ചിന്തിക്കണം, നീ മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് നിന്നെ പിടികൂടാൻ സാധിക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പിടുത്തത്തിന് കീഴിൽ മാത്രമാണ് നീ ജീവിക്കുന്നത്. അള്ളാഹു നീ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ നീ ഒന്നും ചെയ്യുന്നില്ല. നീ എത്ര മോശപ്പെട്ട കാര്യങ്ങൾ അത് ആരാരും കാണാത്ത സ്ഥലങ്ങളിൽ പോയി ചെയ്താലും ശരി, ഏതേത് ഇരുട്ടിന്റെ മറവിൽ ചെയ്താലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആലയെ നീ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ ശിർക്ക് ചെയ്യുന്ന മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ച്, ബഹുദൈവ ആരാധകരെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞില്ലേ, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ്. അതേ, പാപങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും അവസ്ഥ അതാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല. അള്ളാഹുവിനെ വേണ്ടതുപോലെ അവർ പേടിക്കുന്നില്ല. ചിന്തിച്ചു നോക്കൂ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിലുള്ള അവർക്ക് അല്പം പേടിയുണ്ടാകുന്ന അവരുടെ മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, അതല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന പലരെയും അവർ പേടിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിന്നും പല തിന്മകളും ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. അവർക്ക് പേടിയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ മുന്നിൽ ചെയ്യാൻ പേടിയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ മറന്നുപോകുകയാണ്. ഇതിനേക്കാളെല്ലാം അവൻ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, മഹത്വം കൽപ്പിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്ന കാര്യം അവൻ മറന്നുപോകുകയാണ്. കാരണം ഈ ആളുകളിൽ പലരും അവനെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഈ ആളുകളിൽ പലതും അവൻ കാണാതെ ചെയ്താൽ അത് പിന്നീട് അറിയാൻ പോകുന്നില്ല. പക്ഷെ എന്നിട്ടും അവരെ പേടിച്ചുകൊണ്ട് പലതും നീ മറച്ചു വെക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു തആല അവൻ കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടതായ ഗാംഭീര്യം നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. വഖദ് ഖാലഖകും അത്വാറ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടിപടിയായി സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ ഘട്ടം ഘട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കുറിച്ച്, നിങ്ങൾ എപ്പോഴുണ്ടാകും, നിങ്ങൾ ഏതൊക്കെ ഘട്ടത്തിലൂടെ കടന്നുപോകും എന്ന് നിങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്നവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളെ കുറിച്ച് അറിയാത്തതായ ഒരു നിമിഷം അള്ളാഹുവിന്റെ അടുക്കലില്ല. രാവില്ല പകലില്ല, ഒരു നിമിഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുറിച്ച് അറിയാതിരിക്കുന്നില്ല. അങ്ങനെ അള്ളാഹു തആല അറിഞ്ഞുകൊണ്ടാണ് നീ ചെയ്യുന്ന ഏതൊരു തിന്മയും നീ ചെയ്യുന്നത് എന്ന ബോധ്യം നിനക്കുണ്ടാവണം. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടി അത് നീ കൃത്യമായി ചിന്തിച്ച് നിന്റെ ഖൽബിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. നോക്കൂ, മഹാനായ സ്വഹാബി ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ദീനുൽ ഇസ്ലാമിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. മക്കയിലുള്ള മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അദ്ദേഹം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോഴതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെയും കൂട്ടി അവിടെ നിസ്കരിക്കുകയാണ്. അവിടുന്ന് സൂറത്തു തൂർ ഓതുകയാണ്. സൂറത്തു തൂർ മഗ്രിബ് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്ന ചില ആയത്തുകൾ ഞാൻ കേട്ടു. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ അം ഇൻദഹും ഖസാഇനുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നിരീശ്വരവാദിയുടെയും അവന്റെ ചോദ്യങ്ങളെ, അവന്റെ സംശയങ്ങളെ, അവന്റെ സംശയത്തിന്റെ മുന ഒടിച്ചു കളയുന്നതായ അള്ളാഹുവിന്റെ വാക്കുകളാണ്. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ പറ, ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊക്കെ വെറുതെ ഉണ്ടായി, ഈ കാണുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളുമെല്ലാം വെറുതെ ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനൊരു സൃഷ്ടാവില്ലേ? ഇനി അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അതിന്റെ സൃഷ്ടാവ്? നിങ്ങളുടെ ബാധ്യതയാണത്. ഇത്രയും പടപ്പുകൾ ഇവിടെ കാണുന്ന സമയത്ത് ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് അത് തീർച്ചയാണ്. ഏതൊരു ബുദ്ധിയും താല്പര്യപ്പെടുന്ന കാര്യമാണ്. ഒരു സൃഷ്ടാവില്ലാതെ ഒരു സൃഷ്ടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം അത് വെറുതെ ഉണ്ടായതാണോ? നിങ്ങളും വെറുതെ ഉണ്ടായതാണോ? അതല്ല, നിങ്ങൾ തന്നെയാണോ അതിന്റെ സൃഷ്ടാക്കൾ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, ഈ ആകാശ ഭൂമികളെല്ലാം ദുർബലരായ നിങ്ങളാണോ പടച്ചത്? നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ വലിയ ധാരണയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖജനാവ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നിങ്ങളാണോ?
ഇല്ല, നിങ്ങൾക്ക് യാതൊരു യഖീനും ഈ പറയുന്ന വാദങ്ങൾക്കില്ല. നിങ്ങൾ തിന്മകൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്ന ചില ദുർന്യായങ്ങൾ മാത്രമാണ്. ഈ ആയത്തുകൾ കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ കൽബിൽ ആദ്യമായി ഇസ്ലാം പ്രവേശിച്ചത് അപ്പോഴാണ്. എന്റെ കൽബ് പാറിപ്പോകുന്നത് പോലെ തോന്നി. അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ വചനങ്ങളെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൽബ് നടുങ്ങിപ്പോയി, പേടിച്ചുപോയി. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മൾ പേടിപ്പിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ്. നമ്മൾ വായിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്ത് വായിക്കൂ, അതിന്റെ അർത്ഥം എടുത്ത് വായിക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കലാമ് കേൾക്കൂ. അങ്ങനെ തിന്മകളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന കാര്യം മഷ്ഹദുൽ മഹബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ സ്നേഹിക്കേണ്ട കാര്യം നീ ചിന്തിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുന്നത്? മുഅ്മിനീങ്ങളുടെ അടിസ്ഥാന ഗുണങ്ങളിൽപ്പെട്ടതാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നു എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിച്ചവർ, അവർക്കാണ് അല്ലാഹുവിനോട് ഏറ്റവും കഠിനമായ സ്നേഹമുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്? കാരണം അവന് ലഭിച്ചിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാണ്. അവൻ തന്റെ ശരീരത്തിലേക്ക് നോക്കിയാലും അവന്റെ ചുറ്റിലുള്ള മുഴുവൻ പടപ്പുകളിലേക്ക് നോക്കിയാലും അവൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നുള്ളത് നിനക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളല്ലാതെ നിനക്കൊന്നും തന്നെ നിന്റെ ചുറ്റും നിന്റെ കണ്ണോടിച്ചാൽ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ എണ്ണത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ, എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് നോക്കിയാൽ ലാ തുഹ്സൂഹാ, നിങ്ങൾക്ക് അതിന്റെ കണക്കെടുക്കാൻ സാധിക്കുകയില്ല. അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ചിന്തിക്കുക, ഏതൊരു അവയവം കൊണ്ടാണോ നിങ്ങൾ പാപം ചെയ്യുന്നത്, ഈ അവയവം നിനക്ക് അതിന് ആഫിയത്തോടുകൂടി പടച്ചു തന്നത് ആരാണ്? ഇതിനെ കൃത്യമായി പരിപാലിക്കുന്നത് ആരാണ്? നിനക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത് ആരാണ്? നീ ചിന്തിക്കുക. അങ്ങനെ നിനക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞു തരുന്ന റബ്ബിനെ സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ നിനക്ക് എന്താണ് ബാധ്യതയായിട്ടുള്ളത്? ആ റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളെ എങ്ങനെയാണ് നിനക്ക് അത് ലംഘിക്കാൻ സാധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള പരിധികളെ എങ്ങനെയാണ് നീ ലംഘിക്കുന്നത്? നീ ഒന്ന് സ്വന്തമായി ചിന്തിച്ചു നോക്കുക. നിനക്ക് ലജ്ജ തോന്നുന്നതായിരിക്കും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നൽകിയിട്ടുള്ള ഭക്ഷണവും വെള്ളവും വസ്ത്രവും തുടങ്ങി മുഴുവൻ അനുഗ്രഹങ്ങളും ആസ്വദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിക്കുക? അതുകൊണ്ട് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടവനാണ്. മഹബ്ബത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ സ്നേഹിക്കുകയാണ് എങ്കിൽ ഒരിക്കലും തന്നെ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. കാരണം ഒരാൾ യഥാർത്ഥത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അയാൾ അനുസരിക്കുന്നതായിരിക്കും. അതല്ലാതെയുള്ള സ്നേഹങ്ങളെല്ലാം അത് പാഴ്വാക്കുകളാണ്. ഒരാൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്, പക്ഷെ അയാൾ പറയുന്ന ഒരു വാക്കിന് നീ വില നൽകുന്നില്ല. അയാൾ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയോ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ വാക്കിന് എന്തർത്ഥമാണുള്ളത്? അത് പാഴ്വാക്ക് തന്നെയാണ്. അതുകൊണ്ട് നിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം അത് നീ തെളിയിക്കേണ്ടത് അല്ലാഹുവിനനുസരിച്ച് കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണത്തിന്റെ ആയത്തെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു ആയത്തുണ്ടല്ലോ. അല്ലാഹു തആല പറഞ്ഞു, വഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ അവരോട് പറയുക, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അവിടുന്ന് ഈ ദീനിൽ എന്തെല്ലാം വിലക്കുകളുണ്ടോ അതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മെ വിലക്കി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നത്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ നിനക്ക് എങ്ങനെയാണ് ധിക്കരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹബ്ബത്ത് എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തുകളിലൂടെ ഇങ്ങനെ നമുക്ക് ഇറക്കി നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അവന്റെ മലക്കുകൾ അനുഗ്രഹങ്ങളുമായി ആകാശത്ത് നിന്നും ഭൂമി ലോകത്തേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഓരോരുത്തരുടെ അടുക്കലേക്കും കടന്നു വരികയാണ്. നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരികയാണ്.
പക്ഷേ നമ്മളിൽ നിന്നും ആ മലക്കുകൾ ഓരോ ദിവസവും നമ്മുടെ അമലുകളുമായി തിരിച്ചു കയറുന്നുണ്ട്. എന്ത് അമലുകളാണ് ആ മലക്കുകൾ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എത്ര മോശപ്പെട്ട പകരം നൽകലാണ് നീ നൽകുന്നത്? അള്ളാഹു അനുഗ്രഹങ്ങൾ മലക്കിലൂടെ താഴേക്ക് ഇറക്കുക, തിരിച്ച് നിന്റെ തിന്മകളുമായിട്ടാണ് ആ മലക്ക് കയറിപ്പോകുന്നത് എങ്കിൽ എത്ര മോശപ്പെട്ട പ്രവർത്തനമാണ്, നന്ദികെട്ട പ്രവർത്തനമാണ് തിന്മ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. മഹാനായ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് അത്തവാബീൻ, അഥവാ തൗബ ചെയ്ത് മടങ്ങിയ ഒരുപാട് ആളുകളെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹം വലിയ വാഇലും അതുപോലെ തന്നെ ഭൗതിക വിരക്തിയുമുള്ള ഒരു സാഹിദായ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് ആളുകൾ വന്ന് പല ഉപദേശങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നൊരു ഉപദേശം ചോദിച്ചു. ഇന്നും പലപ്പോഴും പല ചെറുപ്പക്കാരും ചോദിക്കാറുള്ളത് പോലെ തന്നെ, എനിക്ക് ചില തിന്മകൾ എന്നെ വേട്ടയാടുന്നുണ്ട്, ആ തിന്മകൾ എനിക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല, എന്റെ കൽവിൽ എപ്പോഴും അത് കീറിപ്പറിച്ചു നിൽക്കുകയാണ്, അത് അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്, എനിക്ക് ആ തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, ഞാൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ യുവാവ് വന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ ഉപദേശങ്ങളായി പറഞ്ഞു കൊടുത്തു. ഇയാൾ ഉപദേശം ചോദിച്ചപ്പോൾ ചില ഉപദേശങ്ങൾ പറഞ്ഞു. മഹാനായ ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ 5 കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. ഈ 5 കാര്യങ്ങൾ നീ സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും, തിന്മ നിന്നെ വിട്ടുപോകുന്നതായിരിക്കും. നീ 5 കാര്യങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നീ ഇനി മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു മഅസിയത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ മഅസിയത്ത് ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്കിൽ നിന്നും ഒന്നും ഭക്ഷിക്കാൻ പാടില്ല. അല്ലാഹു നൽകുന്ന ഉപജീവനത്തിൽ ഒന്നും നീ ഭക്ഷിക്കാൻ പാടില്ല. അങ്ങനെ നീ തിന്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെയാണ് എനിക്കതിന് സാധിക്കുക? ആകാശഭൂമികളിൽ നിന്നുള്ള മുഴുവൻ റിസ്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അവന്റേതല്ലാത്ത ഒരു റിസ്ക്കും ഇവിടെയില്ല. അവനാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്. അവനാണ് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ച് അതിലൂടെ മണികളെ മുളപ്പിച്ച് നൽകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, മാംസമാകട്ടെ, എന്താകട്ടെ, വെള്ളമാകട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്കിൽ പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതല്ലാത്ത ഒരു റിസ്ക് ഞാൻ തിന്നുകൊണ്ട് തിന്മ ചെയ്യുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് എങ്ങനെയാണ് അപ്പോൾ ഒരുവന്റെ റിസ്ക് തിന്നുകയും അവനെ തന്നെ നീ ധിക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിനക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന് തിരിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, എങ്കിൽ താങ്കൾ 2ാമത്തെ കാര്യം പറയുക. ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ല അദ്ദേഹം 2ാമത്തെ കാര്യം പറഞ്ഞു, നീ ഇനി അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, നീ ധിക്കരിച്ചോളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാസസ്ഥലങ്ങളിൽ എവിടെയും നീ താമസിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അധീനത്തിലുള്ള ഒരു സ്ഥലത്തും നീ താമസിക്കാൻ പാടില്ല. ആ താമസത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു, ഇത് ആദ്യത്തേതിനേക്കാളും പ്രയാസമുള്ള കാര്യമാണ്. കിഴക്കും പടിഞ്ഞാറും മുഴുവനും അള്ളാഹുവിന്റെ അധീനതയിലായിരിക്കെ എനിക്ക് പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെതല്ലാത്ത അധീനതയിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി തിന്മ ചെയ്യാൻ സാധിക്കുക? ഇദ്ദേഹം പറഞ്ഞു, അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിസ്ക് നീ ഭക്ഷിക്കുക, അവന്റെ വാസസ്ഥലത്ത് തന്നെ നീ കഴിയുക, എന്നിട്ട് നീ അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുക. അഫയുഹ്സിനു ഹാദാ, ഇതെങ്ങനെയാണ് ഒരാൾക്ക് നന്നാവുക? ഇതെങ്ങനെയാണ് ഒരാൾക്ക് ചേരുക? നീ ചിന്തിച്ചു നോക്കൂ നിന്നെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, ശരി, നീ 3ാമത്തെ കാര്യം പറയൂ. അദ്ദേഹം 3ാമത്തെ കാര്യം പറഞ്ഞു, നീ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭക്ഷണം കഴിച്ച് അവന്റെ താമസ സ്ഥലത്ത് തന്നെ ചെയ്ത് അവനെ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം, നീ ഒരു സ്ഥലം കണ്ടുപിടിക്കണം, അള്ളാഹു കാണാത്തതായ ഒരു സ്ഥലം. അവന്റെ സ്ഥലം തന്നെയാണ്, പക്ഷെ അള്ളാഹു കാണാത്തതായ ഒരു സ്ഥലത്ത് പോയി തിന്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ രഹസ്യങ്ങൾ പോലും അറിയുന്നവനാണല്ലോ, അള്ളാഹുവിന്റെ കൽബകത്തുള്ളത് പോലും അറിയുമല്ലോ. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാത്തതായ ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ സാധിക്കുക? അപ്പോൾ ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ല തിരിച്ചു ചോദിക്കുകയുണ്ടായി, ഓ മനുഷ്യ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീ അള്ളാഹുവിന്റെ റിസ്ക് കഴിക്കുന്നു, അവന്റേതായ താമസ സ്ഥലത്ത് നീ താമസിക്കുന്നു, എന്നിട്ട് അവൻ കണ്ടുകൊണ്ടിരിക്കെ നിനക്കെങ്ങനെയാണ് അവനെ ധിക്കരിക്കാൻ സാധിക്കുക? നീ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്നുകൂടി ഉപദേശിച്ചു. അയാൾ പറഞ്ഞു, ശരി, താങ്കൾ 4ാമത്തെ കാര്യം പറയൂ. അദ്ദേഹം പറഞ്ഞു, 4ാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ ആയിട്ടും നിനക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നുന്നില്ല എങ്കിൽ നിന്നോടൊരു കാര്യം പറയാം. മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മരണസമയത്ത് വരുന്ന സമയത്ത് അന്നേരം നീ ഒരു കാര്യം പറഞ്ഞാൽ മതി. ആ മലക്കിനോട് നീ പറയണം, എനിക്കൊരൽപ്പം ഒരൽപ്പം അവധി നീ നീട്ടിത്തരേണ്ടതുണ്ട്, ഞാനിതാ തൗബ ചെയ്തുകൊണ്ട് നല്ലൊരു മനുഷ്യനായിക്കൊണ്ട് മടങ്ങിക്കൊള്ളാം എന്ന് നീ ആ മലക്കിനോട് പറഞ്ഞാൽ മതി. അയാൾ പറഞ്ഞു, ഒരിക്കലുമില്ല, ആ മലക്കൊരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു അനുവാദം നൽകിയിട്ടില്ല, അങ്ങനെ ഒരു അനുമതി ഒരാൾക്കും നൽകിയിട്ടില്ല, അത് നൽകുകയുമില്ല. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, എങ്കിൽ നീ എന്താണ് കാത്തു നിൽക്കുന്നത്? മരണം നിന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ തിന്മയിൽ നിന്നും തൗബ ചെയ്യാൻ നിനക്ക് അവസരം ഉണ്ടാവുകയില്ല.
അപ്പോൾ പിന്നെ നീ എന്താണ് കാത്തു നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്നാൽ അഞ്ചാമത്തെ കാര്യം പറയും. ഇയാൾ പറഞ്ഞു, ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ല പറഞ്ഞു, അഞ്ചാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ ആയിട്ടും നിനക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ നാളെ പരലോകത്ത് വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സബാനിയാക്കളായ ശക്തരായ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന വേളയിൽ നിങ്ങൾ അവരോട് എതിരിട്ട് നിൽക്കണം, മല്ലിട്ട് നിൽക്കണം, അവരോട് എന്നെ കൊണ്ടുപോകരുത് എന്ന് പറയണം, എങ്കിൽ നീ തിന്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും അവർ സ്വീകരിക്കുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുകയില്ല. അവർ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരൊരിക്കലും അല്ലാഹുവിനെ ധിക്കരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ മലായികത്തുകൾ. അവരെന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എങ്കിൽ പിന്നെ നീ എന്താണ് കാത്തു നിൽക്കുന്നത്? നിന്റെ ഈ പാപങ്ങൾ നിന്നെ നരകത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് അതിൽ നിനക്ക് സംശയമില്ല. നരകത്തിൽ നിന്നുള്ള രക്ഷ എന്നുള്ളത് പാപത്തിൽ നിന്നും നീ തൗബ ചെയ്ത് മടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഹസ്ബി ഹസ്ബി, ഇതാ എനിക്ക് മതി മതി, അസ്തഗ്ഫിറുല്ലാഹ് ഫഇന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാനിത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, തിന്മ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തർക്കുമുള്ള പാഠമാണിത്. നമ്മൾ ഏതൊരു തിന്മ ചെയ്താലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്കിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചിട്ടായിരിക്കും നമ്മുടെ തിന്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഭക്ഷണം, വെള്ളം, അല്ലാഹു നൽകിയ വസ്ത്രം, അല്ലാഹു നൽകിയ പാർപ്പിടം, അല്ലാഹുവിന്റെ അധീനതയിലുള്ള സ്ഥലം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സമ്മേളിച്ചിട്ടല്ലാതെ ഒരാളും അല്ലാഹുവിനെ ധിക്കരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുക, അവന്റെ നോട്ടത്തെക്കുറിച്ചും അവൻ സദാ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുക. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് പാപങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങാൻ നമുക്കേറെ സഹായകമാകുന്ന കാര്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് പരീക്ഷിക്കപ്പെട്ടവർ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മശ്ഹദുൽ ഫവാത്ത്. അവനെല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി അവനുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ഈമാൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ തിന്മകളിൽ പലതും അത് നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്നും ഒരാൾ തെറിച്ചു പോകാൻ ഈ തിന്മകൾക്ക് സാധിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് നീ തിന്മ ചെയ്യുന്ന സമയത്ത് നിന്റെ ഈമാൻ നിന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്നില്ല ആ വ്യഭിചരിക്കുന്ന വേളയിൽ അവൻ മുഅ്മിനായിക്കൊണ്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മഹാന്മാരായ മുഫസ്സിറുകൾ അതുപോലെ തന്നെ സ്വഹാബികൾ അവിടെ പറഞ്ഞു തരികയാണ്, ഒരുത്തൻ അവൻ തിന്മ ചെയ്യുന്ന സമയത്ത് അവന്റെ ഈമാൻ ഒരു കുട പോലെ അവനിൽ നിന്ന് ഉയർന്ന് പൊങ്ങി നിൽക്കുന്നതായിരിക്കും. ആ തിന്മ ചെയ്യുന്ന വേളയിൽ അവന്റെ ഈമാൻ അവൻ നഷ്ടപ്പെടുകയാണ്, അവന്റെ ഈമാൻ ഇല്ലാതായി തീരുകയാണ്. ആ തിന്മയിൽ നിന്നും മാറി നിൽക്കുമ്പോൾ മാത്രമാണ്, അവൻ തൗബ ചെയ്യുമ്പോഴാണ് അവന്റെ ഈമാനിൽ അവനിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിന്മ ചെയ്യുന്ന ഒരുവന്റെ പേര് അള്ളാഹുവിന്റെ ലിസ്റ്റിൽ നിന്നും ആ പേര് മാറുകയാണ്. തിന്മ ചെയ്യുന്നതിന് മുമ്പ് നീ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നല്ല സാലിഹായ മനുഷ്യനാണെങ്കിൽ, തിന്മ ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്റെ പേര് മാറി നീ ഒരു ഫാജിറാണെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നീ തെമ്മാടി എന്നുള്ള ലിസ്റ്റിലേക്ക് എത്തിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാതെ നിനക്കൊരു സ്വാലിഹായി മാറാൻ സാധിക്കുകയില്ല. തിന്മ ചെയ്യുന്നതോടുകൂടി സഹോദരങ്ങളെ, വൻ പാപങ്ങളാണെങ്കിൽ നീ അള്ളാഹുവിന്റെ കണ്ണിൽ ഒരു ഫാജിറാണ്. നിനക്ക് ഏറ്റവും വലിയ നഷ്ടം അതിനേക്കാൾ മറ്റെന്തുണ്ട്? നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നീ ഫാജിർ എന്ന് പറയുന്ന തെമ്മാടി എന്ന് പറയുന്ന തെമ്മാടി കൂട്ടത്തിലേക്ക് നീ തിന്മ ചെയ്യുന്നതിലൂടെ എത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്റെ പേരെന്താണ്, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. ആളുകൾ ചിലപ്പോൾ നിന്റെ രഹസ്യ തിന്മകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിഞ്ഞിരിക്കുന്നു, അവൻ നിന്റെ പേര് മാറ്റിയിരിക്കുന്നു എന്ന കാര്യം നീ ചിന്തിക്കണം. അതുപോലെ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെല്ലാം നഷ്ടപ്പെടുത്താൻ ഈ തിന്മകൾ മതിയായതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ആഫിയത്ത് അതില്ലാതായി പോകും. അള്ളാഹു നൽകിയ ആഫിയത്ത് അനുഗ്രഹങ്ങളാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്കുള്ള ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആഫിയത്തുകൾ, അത് ആരോഗ്യാവസ്ഥയിൽ നിൽക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, തിന്മകൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്.
തിന്മകൾ അത് ഖൽബിന് രോഗമുണ്ടാക്കും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കും, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ആ നിലക്ക് അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ദുർബലതയുണ്ടാക്കും എന്നുള്ളത് സഹോദരങ്ങളെ തിന്മകളുടെ മോശം അനന്തരഫലത്തിൽപ്പെട്ടതാണ്, അതിന്റെ പര്യവസാനത്തിൽപ്പെട്ടതാണ്. നീ ചിന്തിക്കുക, നിന്റെ അഭിമാനമില്ലാതായി പോകും, ആളുകൾക്കിടയിൽ നീ വഷളായി പോകും. എത്ര ആളുകൾ സഹോദരങ്ങളെ അങ്ങനെ വഷളായി പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നീ അത് ചിന്തിച്ചു നോക്കുക. നിന്റെ നല്ല പേര്, ആളുകൾ നിന്നെ നല്ല നിലക്ക് കണ്ടിട്ടുള്ള കാര്യം ആളുകൾ നാളെ നിന്നെ മോശം കണ്ണിൽ കാണും. അത് ചിലപ്പോൾ നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും അവർ നിന്നെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും, നിന്റെ തിന്മകളെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അങ്ങനെ നീ ആളുകൾക്കിടയിൽ നിന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. തിന്മകൾ ചെയ്യുന്നവനെ നീ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നിന്റെ തിന്മ അത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേള നാളെ അത് പരസ്യമാക്കിയേക്കും. നീ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറല്ലെങ്കിൽ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു തരണമെന്നില്ല. അതുകൊണ്ട് ചിന്തിക്കുക, നിന്റെ പേര് അത് മോശമായി പോകും, നിന്റെ അഭിമാനമില്ലാതായി പോകും. അതുപോലെ തന്നെ നിന്റെ ആഫിയത്തിൽ കുറവ് വരും, നിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ വരും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിനക്കുണ്ടാകും. നിന്റെ സമ്പത്തിൽ, നിന്റെ കച്ചവടത്തിൽ അതിന്റെ ബറക്കത്തില്ലാതായി പോകും. നിന്റെ ജീവിതത്തിലുള്ള മുഴുവൻ ബറക്കത്തുകളും സഹോദരങ്ങളെ അതില്ലാതായി പോകും. കാരണം ഏതൊരു ബലാവും ഏതൊരു പ്രതിസന്ധിയും ഒരാൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അവൻ ചെയ്തിട്ടുള്ള തിന്മകൾ കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറാണ് ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ, എനിക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ അറിയാം. അവർ ഇതാ ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. ബിഹസനാതി അംസാലി ജിബാലി തിഹാമ ബീള, ഇതാ വെളുത്ത തിഹാമ പർവ്വതം പോലെയുള്ള ഒരുപാട് നന്മകൾ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. അത്രയും നന്മകൾ ചെയ്തിട്ടാണ് പരലോകത്തേക്ക് അവർ എത്തുന്നത്. ഫയജഅലഹുല്ലാഹു ഹബഅൻ മൻസൂറ, പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിതറിയ ധൂളികൾ പോലെ ആ അമലുകളെ എല്ലാം പൊടിച്ചു കളയുന്നതായിരിക്കും. ആ അമലുകൾക്കൊന്നിനും ഭാരമുണ്ടാവുകയില്ല, അതെല്ലാം തീർന്നു പോകും. സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണവർ? അവരെക്കുറിച്ച് സിഫ് ലന വജല്ലിഹിം ലന, അവരെക്കുറിച്ച് വിവരിച്ചു തരിക, വ്യക്തമാക്കി തരിക, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് ഈ ചോദിക്കുന്നത് എന്ന് സ്വഹാബികളിൽ ചിലർ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അറിയുക അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ തൊലിയിൽ തന്നെയുള്ള ആളുകളാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ ഉറക്കമൊഴിച്ചും മറ്റുമൊക്കെ പല പണികളിൽ എടുക്കുന്നത് പോലെ, ഇബാദത്തുകൾ എടുക്കുന്നത് പോലെ അവരും അങ്ങനെ ഇബാദത്തുകൾ എടുക്കുന്നുണ്ട്. വലാകിന്നഹും അഖ്വാമുൻ, പക്ഷെ അവർ ഒരു വിഭാഗം ആളുകളാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ മഹാരിമുകൾ അവൻ ഒറ്റക്കിരുന്നു പോയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ അവൻ ഒറ്റക്കായാൽ, ജനങ്ങളുടെ കണ്ണിൽ നിന്നും അവൻ മറഞ്ഞു പോയാൽ അവനതിനെ ലംഘിച്ചു കളയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ അത് നമ്മുടെ തിന്മകൾ ഇല്ലാതാക്കി കളയുമെന്നുള്ളതാണ്. തിന്മകളെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നീക്കിക്കളയാമെന്നുള്ളത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന, റമദാനിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ, നമ്മൾ ചെയ്തു കൂട്ടുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങളെ അത് തിന്മകൾ ഇല്ലാതാക്കി കളയും. ആ വൻപാപങ്ങൾ സൽക്കർമ്മങ്ങൾ ഇല്ലാതാക്കി കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയാൻ പാടില്ല എന്നാണ്. സ്വഹാബികളായ ഒരുപാട് മുഫസ്സിറുകൾ അത് പറഞ്ഞത് കാണാൻ സാധിക്കും. ബിൽ കബായിർ, അഥവാ നിങ്ങൾ കബീറത്തുകൾ കൊണ്ട്, വൻപാപങ്ങൾ കൊണ്ട് നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്. മഹാനായ ഖത്താദ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ആരെങ്കിലും അവൻ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ അത് പാഴായി പോകാതിരിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്നാണ്. കാരണം ചെയ്തു പോകുന്ന തിന്മകൾ അത് നമ്മുടെ നന്മകളെ ഇല്ലാതാക്കി കളയും, നന്മകളെ കാർന്ന് തിന്നുകളയും. കാരണം മാസ്യത്തുകൾ എന്ന് പറയുന്നത് അത് തിന്മകളെ തിന്നുന്ന തീയാണെന്നാണ്. വിറകിന് എപ്രകാരം തീ തിന്നുന്നുവോ അതുപോലെ മാസ്യത്തുകൾ അത് നമ്മുടെ സൽക്കർമ്മങ്ങളെ തിന്നു തീർക്കും. അവസാനം ഈ പറയുന്ന രൂപത്തിൽ പാപ്പരായി തീരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ നന്മകളെ കൂടി കാർന്ന് തിന്നും എന്ന കാര്യത്തെക്കുറിച്ച് എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അത് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗബത്തുൻ നസൂഹ, നിഷ്കളങ്കമായ തൗബയാണ് അവനിൽ നിന്നുണ്ടായിട്ടുള്ളത് എങ്കിൽ അവന്റെ ആ തിന്മകൾ പോലും അല്ലാഹു തആല നന്മയാക്കി തീർക്കും എന്ന പ്രതീക്ഷയോടുകൂടി തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, മഹാൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, മഷ്ഹദുൽ ഇവൽ, നീ പകരം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ഇവിടെ എന്തെങ്കിലും ഒക്കെ ഒരു തിന്മ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കേവലം ദുനിയാവിലെ ഒരു പരീക്ഷണം മാത്രമല്ല,
മറിച്ച് പരലോകത്ത് അതിന് ഇരട്ടിയായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സമാനമായ ആസ്വാദനങ്ങൾ നിനക്ക് നൽകുമെന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ദുനിയാവിലെ ഖംർ, ദുനിയാവിലെ മദ്യം ആരെങ്കിലും രുചിക്കുകയും എന്നിട്ട് തൗബ ചെയ്യാതിരിക്കുകയും ചെയ്യുകയും അങ്ങനെ തൗബ ചെയ്യാതെ മദ്യപാനിയായിക്കൊണ്ട് അവൻ മരണപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിൽ വെച്ചിട്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന രുചികരമായ, ഒരു ലഹരിയും ബാധിക്കാത്തതായ, ഒരു പ്രയാസവും ബാധിക്കാത്തതായ ആ മദ്യം അവൻ രുചിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. സമാനമായ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. വ്യഭിചാരങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എങ്കിൽ ഹൂറുൽ ലീനുകളെ അവൻ പരലോകത്ത് വെച്ച് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ എന്ത് നീ ഉപേക്ഷിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പകരമായി നിനക്ക് ഒരുപാട് ഖൈറുകൾ, ഇവളുകൾ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നീ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നീ എന്ത് കാര്യം ഉപേക്ഷിച്ചാലും, എന്ത് നിസാരമായതായി, എന്ത് പ്രയാസമുള്ളതാകട്ടെ, എന്ത് എളുപ്പമുള്ളതാകട്ടെ, അള്ളാഹുവിന് വേണ്ടി നീ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സഹോദരങ്ങളെ അതിനു പകരം ഏറ്റവും ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ് ഇല്ലാ അതാക അല്ലാഹു ഖൈറൻ മിൻഹു. നീ ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനേക്കാളും ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പരലോകം മുതൽ നൽകും, നിന്റെ ഖബർ ജീവിതം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതും അങ്ങനെയാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ. എന്നാൽ ആരാണ് ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട്, വനഹൻ നഫ്സ അനിൽ ഹവ, തന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന, മനസ്സ് കൊതിക്കുന്ന പല കാര്യത്തിൽ നിന്നും മനസ്സിനെ പിടിച്ചു വെച്ചത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവർക്കാകുന്നു സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സ് കൊതിക്കുന്നതായിരിക്കും, പല കാര്യങ്ങളും ഹറാമുകൾ ചെയ്യാൻ മനസ്സ് ആഗ്രഹിക്കുന്നതായിരിക്കും. പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾ അതിനെ പിടിച്ചു വെച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അതിന് പകരമായി എന്നേക്കും ശാശ്വതമായിട്ടുള്ള ആസ്വാദനങ്ങൾ ലഭിക്കുന്ന സ്വർഗമായിരിക്കും അവ ലഭിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ ലഭിക്കുന്ന ഏതൊരു ആസ്വാദനവും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏതൊരു ആസ്വാദനവും അതൊരു വേള കഴിയുമ്പോൾ ആസ്വാദനം അതിനില്ലാതായി തീരുന്നതാണ്. ഏതൊരു തിന്മയും ആ തിന്മയിൽ മുഴുകിപ്പോയ ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, ആ തിന്മയിൽ നിന്നുള്ള ആസ്വാദനങ്ങൾ അവർക്ക് പിന്നീടില്ല. പിന്നീട് അവർക്കൊരു അഡിക്ഷൻസ് മാത്രമാണ്. അത് ഹറാമുകൾ മാത്രമായി അവരുടെ അക്കൗണ്ടിലേക്ക് കയറുക എന്നുള്ളതല്ലാതെ ആ ഹറാമുകൾ കൊണ്ടുള്ള ആസ്വാദനം അവനില്ല. ആ തിന്മകൾ ചെയ്യുമ്പോൾ അവന് മാനസികമായ വിഭ്രാന്തിയാണ്, പ്രയാസമാണ്, ടെൻഷനുകളാണ്, ബുദ്ധിമുട്ടുകളാണ്, ആസ്വാദനങ്ങളില്ല. ഇനി അതല്ല സഹോദരങ്ങളെ, ദുനിയാവിലുള്ള എന്ത് സൗഭാഗ്യമാണെങ്കിലും ശരി, അത് കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തേക്ക് അതിന്റെ ആസ്വാദനങ്ങൾ ഇല്ലാതായി തീരുന്നതാണ്. എന്നാൽ പരലോകത്ത് ഓരോ ദിവസവും അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് പരലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആ പകരം നൽകുന്നതിനെ ചിന്തിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, മശ്ഹദുൽ മഅയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും കൂടെയുണ്ടാവുക എന്ന കാര്യത്തെ നിങ്ങൾ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നീ ക്ഷമിച്ചുകൊണ്ട് നീ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തഖ്വ ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. വല്ലദീന ഹും മുഹ്സിനൂൻ, അതുപോലെ തന്നെ സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സഹായം നിനക്ക് പ്രതീക്ഷിക്കാതെ ലഭിക്കണമെങ്കിൽ, നിനക്ക് ഹറാമുകൾ ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് നീ അത് ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എത്രയോ ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്കത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്ക്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനി നിയമങ്ങൾ പാലിച്ചാൽ, സംരക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ് തജിദ്ഹു തുജാഹക്, അള്ളാഹുവിന്റെ ദീനി നിയമങ്ങൾ നീ പാലിച്ചാൽ അള്ളാഹുവിനെ നിനക്ക് മുന്നിൽ കാണാവുന്നതാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പെട്ടെന്നുള്ള സഹായം നിനക്ക് ലഭിക്കുന്നതാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ നീ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന കൂട്ടത്തിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതല്ലെങ്കിൽ അള്ളാഹു നിന്നെ കൈവിട്ടുകളയും, അള്ളാഹു നിന്നെ സഹായിക്കുകയില്ല. പ്രയാസങ്ങളിൽ നിന്നും നീ പ്രയാസത്തിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ നിന്നെ കൈപിടിച്ച് രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അവസാനമായി സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. തിന്മകളിൽ മുഴുകിയ ആളുകളെ, ആ തിന്മയിലായിക്കൊണ്ടാണ് നീ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ആരാണോ ഒരു കാര്യത്തിൽ ജീവിക്കുന്നത് അവൻ അതിലായിക്കൊണ്ടായിരിക്കും മരിക്കുക. ആരാണോ ഒരു കാര്യത്തിൽ മരിക്കുന്നത് അവൻ അതിലായിക്കൊണ്ടായിരിക്കും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യം നീ ചിന്തിക്കണം. നീ തൗബ ചെയ്യാതെ ആ തിന്മയിലായിക്കൊണ്ടാണ് നീ മരിച്ചു പോകുന്നത് എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ മുന്നിൽ നീ ആ തിന്മ ചെയ്യുന്നവനായിക്കൊണ്ടായിരിക്കും നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും തിന്മകൾ ചെയ്യുന്ന സമയത്ത് പിശാച് ആളുകളെ വഞ്ചിക്കുന്ന കാര്യമാണ് ഈ തിന്മ ചെയ്തതിന് ശേഷം നിനക്ക് തൗബ ചെയ്ത് മരിക്കാമെന്നാണ്.
ഈ തിന്മ ചെയ്തതിന് ശേഷം നിനക്ക് തൗബ ചെയ്യാം, അങ്ങനെ നല്ലവനായിക്കൊണ്ട് മരിക്കാമെന്നാണ്. പക്ഷെ സഹോദരങ്ങളെ, മരണം എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല. നീ ഒരു വേള ആ തിന്മകൾ ചെയ്യുന്ന വേളയിലാണ് നീ എങ്ങാനും മരണപ്പെട്ടു പോയിട്ടുള്ളത് എങ്കിൽ നീ ദുനിയാവിലും വഷളായിട്ടുണ്ടാകും. നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നീ ആ രൂപത്തിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരും പ്രായഭേദമില്ലാതെ, ചെറുപ്പക്കാരാകട്ടെ വയസ്സുള്ളവരാകട്ടെ, പ്രായഭേദമില്ലാതെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലസ്സാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറഞ്ഞത് നമ്മളെപ്പോഴും ചിന്തിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തിന്മകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ നമുക്ക് സഹായകമാകുന്ന കാര്യമാണ്. ഇതിലെല്ലാം ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ദുആ ചെയ്യുന്നതിൽ യാതൊരു കുറവ് വരുത്തേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇഖ്ലാസോടുകൂടി ദുആക്ക് ഉത്തരം കിട്ടുന്ന വേളയിൽ നീ നിന്റെ ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, അല്ലാഹു നിന്നെ സഹായിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു തിന്മയാണോ നിനക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാതിരുന്നത് ആ തിന്മയോട് നിനക്ക് വെറുപ്പുണ്ടാക്കി തരുന്നതായിരിക്കും. ആ തിന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിനക്ക് വെറുപ്പായിരിക്കും. ആ തിന്മയോട് നിനക്ക് അകലം തോന്നുന്നതായിരിക്കും. അതിനുവേണ്ടി നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ കരിഹ് അലൈഹിൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അല്ലാഹുവേ എനിക്കിതാ കുഫറിനെയും ഫിസ്കിനെയും തമ്മാടിത്തരങ്ങളെയും അതുപോലെ തന്നെ എല്ലാ മ്ലേച്ഛ കാര്യങ്ങളെയും അല്ലാഹു നിനക്ക് വെറുപ്പുണ്ടാക്കി തരണമേ എന്ന് അല്ലാഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തിന്മകളും ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയിലൂടെ ഖൽബിനെ വെട്ടിത്തിളങ്ങുന്ന ഖൽബാക്കി മാറ്റുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.